ഇന്നത്തെ കലാപരികൾ കുറച്ച് ലേറ്റാണ് തുടങ്ങിയത്. രാത്രി ലേറ്റായിട്ടാണ് ഉറങ്ങിയത്, കറണ്ട് ഇല്ലാത്തത് കാരണം. അത് പിന്നെ ഞാൻ നേരെ ഫ്രഷായിട്ട് വന്ന് അടുക്കളയിലോട്ട് കയറി പാചകത്തിൻ്റെ പരിപാടി അങ്ങ് ഏറ്റെടുത്ത്. ചേട്ടനും എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ക്ലീനിങ്ങാണ് ഏറ്റെടുത്തത്. അതാണല്ലോ കുറച്ച് എളുപ്പപ്പണി. എന്നാൽ രാവിലത്തേക്ക് ദോശയും ചമ്മന്തിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ കട്ടൻ ചായ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിതൊക്കെ കൊണ്ടുവെക്കുന്ന സമയത്ത് ചേട്ടൻ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ എപ്പോഴും എത്ര ക്ലീനാക്കിയാലും ക്ലീനാകാത്ത ഒരേ സ്ഥലം ഈ മേശപ്പുറമാണ് കേട്ടോ. ഞങ്ങൾ കഴിക്കാൻ കൂട്ടത്തിൽ തന്നെ അമ്മയ്ക്ക് അച്ഛൻ മാറി കൊടുക്കുന്നത്. മോനാണെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുന്നു. കഴിപ്പൊക്കെ കഴിഞ്ഞ് ചേട്ടൻ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി. എഴുകോണാണ് വർക്ക്, അങ്ങനെ സ്റ്റേ വർക്കിന് പോവുകയാണ്. പോകുന്ന കൂട്ടത്തിൽ വീട്ടിലേക്ക് കുറച്ച് അരി കൊടുത്തു വിടാണ്ട്. അങ്ങനെ ചേട്ടൻ്റെ കയ്യിൽ അതൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. മോന് ഭയങ്കര സങ്കടമായിരുന്നു ചേട്ടൻ പോകുന്നതിന്. അങ്ങനെ ചേട്ടൻ പോയി കഴിഞ്ഞ് വന്ന് നേരെ അടുക്കളയിലോട്ട് വന്ന് ഇന്നത്തേക്കുള്ള അരി അങ്ങ് അടപ്പിയിട്ട് റൈസ് കുക്കറിലാണ് വെക്കുന്നത്. മഴ കാരണം മുറ്റത്തിട്ട് വെക്കാൻ നിന്നില്ല. അത് വേറെ ഒന്നും എൻ്റെ കൂട്ടത്തിൽ വെച്ചേക്കുന്നത്. ഇച്ചിരി പരിക്കൂർക്കും തുളസിയാണ്. കുഞ്ഞിന് ഇതിനെ നീരിച്ചിരി പനങ്കൽക്കണ്ടമൊക്കെ ചേർത്ത് പിഴിഞ്ഞ് കൊടുക്കും. ഇങ്ങനെ ചുമ വരുന്ന സമയത്ത് അതൊക്കെ നല്ല എഫക്റ്റീവ് ആവുന്നുണ്ടായിരുന്നു. ചുമയൊക്കെ കുറച്ച് മാറാം. അങ്ങനെ അരിയൊക്കെ അങ്ങ് നേരെ ഒരുപാടൊന്നും ഇട്ടില്ല കേട്ടോ. 2 നാഴി അരി എടുത്ത് ഞങ്ങൾക്ക് അത്യാവശ്യം, ഞങ്ങൾക്ക് വീട്ടിലുള്ളവർക്ക് വേണ്ടി മാത്രം. അമ്മയ്ക്ക് കഞ്ഞിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അരിയൊക്കെ അടപ്പിട്ടിട്ട് കുഞ്ഞിന് കുളിക്കാനായിട്ട് കുറച്ച് വെള്ളവും ചൂടാക്കി. കൂട്ടത്തിൽ കുറച്ച് പാലിരിപ്പുണ്ടായിരുന്നു, ഞാനത് കാച്ചി വെച്ച് ഒഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുഞ്ഞിനുള്ള നീരൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മ കാപ്പിയുടെയും കുളികഴിഞ്ഞിപ്പോൾ ഒക്കെ കഴിഞ്ഞ ആളങ്ങ് കിടന്നു. തീരെ ആൾക്ക് വയ്യായിരുന്നു. അച്ഛൻ പിന്നെ മോനെയൊക്കെ കളിപ്പിച്ച് അവിടെ നിന്ന് ഈ സമയം കൊണ്ട് ഞാനും പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്ന്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നതിന് വെച്ചാൽ അച്ഛൻ്റെ കയ്യിൽ ഒരു ദോശ കൊടുത്തിട്ടാണ് പോയതാക്കി കൊടുക്കാൻ. പക്ഷേ ആൾ കഴിച്ചില്ല. ഇത് ഞാൻ വന്നിട്ടാണ് ഇത് കൊടുത്തത്. അയാൾ കാര്യമായിട്ട് കാണുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ, ന്യൂസാണ്. ഞാനോ കാണുന്നില്ല, മോനെങ്കിലും കാണട്ടെ. അപ്പോൾ അങ്ങനെ ന്യൂസൊക്കെ കണ്ട് അയാൾ ഫുഡൊക്കെ കഴിച്ചു. കുളി കഴിഞ്ഞ് ഇനി അടുത്ത് ഉറക്കമാണ് കേട്ടോ. ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.